പ്രിയമുള്ളവരെ, വിശുദ്ധ റമദാനിന്റെ ആദ്യ പകുതി പിന്നിട്ട സാഹചര്യത്തിലാണ് നാം ഉള്ളത്. സത്യവിശ്വാസി സമൂഹം സവിശേഷമായി ബദറിനെ കുറിച്ച് ഓർമ്മകൾ പുതുക്കുകയും ചരിത്രപാഠങ്ങളിലൂടെ വിചിന്തനം നടത്തുകയും ചെയ്യുന്ന സാഹചര്യമാണ്. നമുക്കറിയാം, ഏത് കാലത്തെയും ഏത് ലോകത്തെയും വിശ്വാസി സമൂഹത്തിന്റെ മുമ്പിൽ ഒരു പ്രകാശ ഗോപുരമായി വെളിച്ചം പകരുന്നതാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ബദർ എന്നത്. കേവലം ഒരു യുദ്ധം എന്ന അർത്ഥത്തിലല്ല ബദറിനെ ഇസ്ലാമിക സമൂഹം മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നത്. നേരെ മറിച്ച് ഇസ്ലാമിക ചരിത്രത്തിൽ വഴിത്തിരിവായി മാറിയ വളരെ നിർണായകവും ദിശ നിർണയിച്ചതുമായ ചരിത്ര മുഹൂർത്തമാണ് ബദറിൻ്റേത്. ഓരോ കാലഘട്ടത്തിലും ബദറിൽ നിന്ന് വായിച്ചെടുക്കാൻ പാഠമുണ്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് നൂറ്റാണ്ടുകൾക്കിപ്പുറം 5 നേരം നമസ്കരിക്കുന്ന നമ്മൾ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന നമ്മൾ, ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്ന നാം, പ്രാർത്ഥനകൾ കൊണ്ട് ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളെയും അള്ളാഹുവിലേക്ക് ഘടിപ്പിച്ചും ലയിപ്പിച്ചും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നാം, ഇതേ യോഗ്യതകളെല്ലാം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ഈ പറയപ്പെട്ട യോഗ്യതകൾ മാത്രം ഉണ്ടായിരുന്ന ബദരീങ്ങളെ കുറിച്ച് പിന്നെയും പിന്നെയും നാം പഠിക്കേണ്ടി വരും. കാരണം ചരിത്രത്തിൽ ബദരീങ്ങൾ വിജയിച്ചവരാണ്. ചരിത്രത്തിന്റെ ഇപ്പുറം ബദരീങ്ങളിൽ ഉണ്ടായിരുന്ന അതേ നമസ്കാരവും അതേ നോമ്പും അതേ സക്കാത്തും അതേ വിശുദ്ധ ഖുർആനും ഒക്കെ കൂടെ കൊണ്ട് നടക്കുന്ന നാം പലപ്പോഴും പരാജയപ്പെട്ടു പോകാറുണ്ട്. നമ്മുടെ ജീവിതാന്തരീക്ഷങ്ങളിൽ, നമ്മുടെ കുടുംബ ചുറ്റുപാടുകളിൽ, നമ്മുടെ സാമ്പത്തിക ഇടപാടുകളിൽ, നമ്മുടെ സാംസ്കാരികമായ മേഖലകളിൽ എന്ന് വേണ്ട ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ സർവതോന്മുഖമായ മേഖലകൾ, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹയായ വമമാത്തി, എന്റെ ആരാധനകൾ, എന്റെ ജീവിതം, എന്റെ അമലുകൾ, എന്റെ മരണം, ഈ മേഖലകളിലെല്ലാം ഒരു വേള ബദറിനെ അഭിമുഖീകരിക്കേണ്ടി വരും. വിശുദ്ധ ഖുർആൻ ബദറിനെ വിശേഷിപ്പിച്ചത് യൗമുൽ ഫുർഖാൻ എന്നാണ്. യൗമുൽ ഫുർഖാൻ എന്ന് പറഞ്ഞാൽ സത്യാസത്യ വിവേചനത്തിന്റെ ദിവസം. സത്യമേതാണ്, അസത്യമേതാണ്, ഏതിനാണ് നിലനിൽക്കാൻ യോഗ്യതയുള്ളത് എന്ന് തീരുമാനിക്കപ്പെട്ട ദിവസമാണ്. നമ്മുടെ ജീവിതത്തിൽ യൗമുൽ ഫുർഖാനുകളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവുമായി ബന്ധപ്പെട്ടിടത്ത്, അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ടിടത്ത് ധാരാളം യൗമുൽ ഫുർഖാനുകൾ അല്ലെങ്കിൽ ബദർ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷെ പലപ്പോഴും ആ ബദറിൽ നാം പരാജയപ്പെട്ടു പോകും. എന്തുകൊണ്ട് നാം പരാജയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, ഒറ്റ വാക്കിൽ അതിന് പറയാൻ കഴിയുന്ന നല്ലൊരു മറുപടി, നമ്മുടെ അമലുകൾ നാം ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് ദുനിയാവിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ അമലുകളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ കണ്ണ് ആകാശത്തേക്കൊന്ന് തിരിക്കണം. നമ്മുടെ അമലുകൾ നാം ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്, ഇൻവെസ്റ്റ്മെന്റ് എന്ന പദം തന്നെ ഞാൻ ആവർത്തിക്കുന്നത്, അതിനെ വേറെ ഏതെങ്കിലും ഒരു ഭാഷയിൽ പറഞ്ഞാൽ ഒരുപക്ഷെ അത് വേണ്ട വിധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല.
കാരണം ഇൻവെസ്റ്റ്മെന്റുകൾ ലക്ഷ്യമാക്കി ജീവിക്കുന്ന സമൂഹമാണ് നമ്മൾ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിലേക്ക് ചേർത്ത് വെക്കുന്ന, ആകാശലോകത്തേക്ക് ചേർത്ത് വെക്കുന്ന, അള്ളാഹുവിന് വേണ്ടി എല്ലാം മാറ്റിവെക്കാൻ സന്നദ്ധമാകുന്ന ഒരു മനസ്സും ശരീരവും ഉണ്ടാകേണ്ടതുണ്ട്. ധർമ്മവും അധർമ്മവും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ, സത്യവും അസത്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ, ഇസ്ലാമും കുഫറും തമ്മിലുള്ള പരസ്പരമുള്ള ഏറ്റുമുട്ടലിൽ എന്തുകൊണ്ടാണ് ഇസ്ലാമിക സമൂഹം വിജയിച്ചത് എന്ന് ബദറിനെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് പഠിക്കാം. കേവലം 313 പേരടങ്ങുന്ന ഒരു ചെറിയ സംഘം തങ്ങളുടെ മുമ്പിൽ സർവ്വ ആയുധ വിഭൂഷിതരായി കടന്നു വന്നിട്ടുള്ള 1000-ഓളം വരുന്ന, 3 ഇരട്ടിയിൽ പരം വരുന്ന സൈന്യത്തോടാണ് അഭിമുഖീകരിക്കാനുള്ളത്. ആ 3 ഇരട്ടി വരുന്ന സൈന്യത്തിന്റെ കയ്യിലാകട്ടെ എല്ലാവിധ ആയുധങ്ങളുടെയും സർവസന്നാഹങ്ങളുടെയും പിന്തുണയുണ്ട്. അവർക്ക് ഭക്ഷണമുണ്ട്. ഓരോ ദിവസവും അവർ തിന്നാൻ വേണ്ടി ഓരോ 10 ഒട്ടകങ്ങൾ വീതം അവർ അറുത്തിട്ടുണ്ട്. അത്രയേറെ സുഭിക്ഷതയോടുകൂടിയിട്ടാണ് അവർ കടന്നു വന്നിട്ടുള്ളത്. പക്ഷെ മറുഭാഗത്ത് നിൽക്കുന്ന ഈ 313 എന്ന് പറയുന്ന ചെറുസംഘമാകട്ടെ, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കിയിട്ടുണ്ട് സത്യവിശ്വാസികളെ എന്ന വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനമനുസരിച്ച് വ്രതമെടുത്തവരാണ്. യുദ്ധം നടക്കുന്ന ആ ദിവസം മാത്രമാണ് അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വ്രതമെടുക്കേണ്ടതില്ല, നോമ്പെടുത്തവർ മുറിച്ചുകൊള്ളുക എന്ന്, തുറന്നുകൊള്ളുക എന്ന് നിർദ്ദേശം കൊടുക്കുന്നത്. അപ്പൊ പകൽ സമയത്ത് നോമ്പെടുത്ത് വിശപ്പ് സഹിച്ച് ദാഹം സഹിച്ച് രാത്രികാലങ്ങളിൽ അള്ളാഹുവിന് വേണ്ടി എഴുന്നേറ്റ് നിന്ന് നമസ്കരിച്ച് തൊട്ടടുത്ത പകലിൽ ജീവാർപ്പണം ചെയ്യാൻ സന്നദ്ധരായി ഇറങ്ങി വരുന്ന ഒരു സംഘം മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വർത്തമാനമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ നമുക്ക് ബദറിലേക്ക് പുറപ്പെടണം എന്ന് പറയുന്ന സാഹചര്യത്തിൽ മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹുവിന്റെ തൊണ്ടയനക്കുന്നൊരു ശബ്ദമുണ്ട്. മിഖ്ദാദ് ആദ്യമായി ഒരു യുദ്ധഭൂമിയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് യുദ്ധഭൂമിയിൽ ഉണ്ടാകേണ്ട മര്യാദകളെയും മാന്യതകളെയും കുറിച്ച് പറയുന്നതിനിടക്ക് മിഖ്ദാദെ എന്തിനാണ് നീ തൊണ്ടയനക്കിയത് എന്ന് ചോദിക്കുമ്പോ, അള്ളാഹുവിന്റെ റസൂലെ, ബദറിലേക്ക് പുറപ്പെടാൻ താങ്കൾ പറഞ്ഞ നിമിഷം മുതൽ സ്വർഗത്തിന്റെ പരിമളം ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എത്രയും വേഗം സ്വർഗത്തിലേക്ക് പുറപ്പെടാനുള്ള എന്റെ ഹൃദയത്തിന്റെ തിടുക്കമാണ്, എന്റെ മനസ്സിന്റെ കൊതിയാണ് അല്ലാഹുവിന്റെ റസൂലെ തൊണ്ടയനക്കത്തിന്റെ ശബ്ദമായി പുറത്തേക്ക് വന്നത് എന്ന് മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതേ മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ബദറിന്റെ തലേ രാത്രിയിൽ സത്യവിശ്വാസികൾ ശാന്തമായി കിടന്നുറങ്ങുന്നു, മഴ പെയ്തിരിക്കുന്നു, പകൽ നോമ്പെടുത്ത് അവശരാണ്. ശാന്തമായ അമരത്തമ്മനുവാസ്, ശാന്ത ഗംഭീരമായ ഒരു ഉറക്കത്തിലേക്ക് സത്യവിശ്വാസികൾ മയക്കത്തിലേക്ക് വിട്ടുപോയിരിക്കുന്നു. മിഖ്ദാദ് ഇബ്നു അംറിന് ചില ആശങ്കകളുണ്ട് മനസ്സിൽ. നാട്ടിൽ നിന്ന് പോരുമ്പോ, മദീനയിൽ നിന്ന് പുറപ്പെടുമ്പോ തന്റെ പിതാവ് പറഞ്ഞിരുന്നു, ഈ യാത്ര ആത്മഹത്യാപരമാണ്. വലിയ ഒരു സൈന്യത്തെ അതിജയിക്കാൻ മാത്രം എന്ത് കോപ്പുകൂട്ടലുകളാണ് നിങ്ങളുടെ കൈവശമുള്ളത്, ആത്മഹത്യാപരമാണ് ഈ യാത്ര. പിതാവിന്റെ ആ വർത്തമാനം മിഖ്ദാദിന്റെ ചിന്തകളിൽ ബാക്കി കിടക്കുന്നുണ്ട്. സ്വർഗത്തിന്റെ പരിമളം കിട്ടിയെന്നത് ശരിയാണ്, പക്ഷെ ചിന്തയിൽ അല്പം അവിടെ അപ്പോഴും ബാക്കി കിടക്കുന്നുണ്ട്. ഉമ്മയും പറഞ്ഞിരുന്നു, മോനെ ഇപ്പോൾ പോകേണ്ടതില്ല, കയ്യിലൊരു ഉണക്കിയ വിറകിന്റെ കഷ്ണം മാത്രവുമായിട്ട് എന്തിനാണ് ഈ യുദ്ധഭൂമിയിലേക്ക് പുറപ്പെടുന്നത് എന്ന ആശങ്കയുണ്ടായിരുന്നു. ആ മിഖ്ദാദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു രാത്രി എല്ലാവരും കിടന്നുറങ്ങുമ്പോ ചെറിയ ഒരു മർമ്മരം കേട്ട് ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, അള്ളാഹുവിന്റെ റസൂൽ
സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി രണ്ട് കൈകളും ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ അൻജിസ് ലീ മാ വഅതനി. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത് തരേണ്ട സമയമായിരിക്കുന്നു, ഞങ്ങൾക്കത് വേണം. അല്ലാഹുമ്മ ആതി മാ വഅതനി, നീ ഞങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞത് തരേണ്ട സമയമായിരിക്കുന്നു, ഞങ്ങൾക്കത് വേണം. അല്ലാഹുമ്മ ഇൻ തുഖ്ലിക ഹാദിഹിൽ ഇസാബ മിൻ അഹ്ലിൽ ഇസ്ലാം ലാ തുഅബദ് ഫിൽ അർദ്. അല്ലാഹുവേ, ഈ ചെറു സംഘമെങ്ങാനും നിന്റെ തൃപ്തിയും സ്വർഗവും ആഗ്രഹിച്ച് പുറപ്പെട്ടു വന്ന ഈ കൊച്ചു സംഘമെങ്ങാനും നാളെ ഈ ബദറിന്റെ യുദ്ധഭൂമിയിൽ പരാജയപ്പെട്ടു പോയാൽ, നിഷേധിക്കൂട്ടം ഇവരെ എങ്ങാനും അതിജയിച്ചു പോയാൽ, ലാ തുഅബദ് ഫിൽ അർദ്, നാളേക്ക് ശേഷം ഈ ഭൂമിയിൽ നിനക്ക് ഇബാദത്ത് ചെയ്യുന്ന അടിമകൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഈ പ്രാർത്ഥനയുടെ ശൈലിക്ക് ഒരു സവിശേഷതയുണ്ട്. ആ സവിശേഷത എന്താണ് എന്ന് ചോദിച്ചാൽ, അല്ലാഹുവേ, നീ വാഗ്ദാനം ചെയ്തത് നീ ഞങ്ങൾക്ക് തരേണ്ട സമയമായിരിക്കുന്നു, ഞങ്ങൾക്കത് വേണം എന്ന് പറയുന്നതിനോടൊപ്പം ഈ കൊച്ചു സംഘമെങ്ങാനും പരാജയപ്പെട്ടാൽ നാളേക്ക് ശേഷം നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഇവിടെ ആരും ഉണ്ടാവുകയില്ല കേട്ടോ എന്ന സൗഹൃദത്തിന്റെ ഭാഷയിൽ, ഒരു സുഹൃത്തിനോട് ചോദിക്കുന്ന അധികാരത്തിന്റെ ഭാഷയിലാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നത്. അഥവാ ബദറിന്റെ യുദ്ധഭൂമിയിൽ അള്ളാഹുവുമായ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു എന്നർത്ഥം. ഞങ്ങൾക്കിത് വേണമെന്ന് ചോദിക്കാൻ കഴിയുന്ന ഒരു സൗഹൃദം. നാളെ ഞങ്ങൾ പരാജയപ്പെട്ടാൽ, നാളത്തെ കഴിഞ്ഞാൽ പിന്നെ നീ ഞങ്ങളെ നോക്കണ്ട കേട്ടോ എന്ന സൗഹൃദത്തിന്റെ ഒരു സ്വരം, ഒരു ഭാവം ആ വർത്തമാനത്തിലുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞത്, ബദറിലേക്ക് പുറപ്പെട്ട സഹാബാക്കളുടെ മനസ്സിൽ അള്ളാഹുവിനോടുള്ള അതിരറ്റ അനുരാഗത്തിന്റെ, തങ്ങളുടേതെല്ലാം അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്ന അള്ളാഹുവിനോടുള്ള അതിരറ്റ പ്രണയത്തിന്റെ അതുല്യമായ മുഹൂർത്തങ്ങളുണ്ട്. അതുകൊണ്ടാണ് മഹാനായ അല്ലാമ ഇഖ്ബാൽ സിദ്ഖെ ഖലീൽ ബിഹെ ഇഷ്ഖ്, സിദ്ഖെ ഖലീൽ ബിഹെ ഇഷ്ഖ്, സബ്റെ ഹുസൈൻ ബിഹെ ഇഷ്ഖ്, മാരികെ വജൂദ് മേ ബദർ ഹുനൈൻ ബിഹെ ഇഷ്ഖ് എന്ന് അല്ലാമ ഇഖ്ബാൽ പാടുന്നത്. അഥവാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സത്യസന്ധതയിൽ ഒരു പ്രണയമുണ്ട്. സബ്റിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സബ്റിൽ അള്ളാഹുവിനോടുള്ള പ്രണയമുണ്ട്. ബദറിലും ഹുനൈനിലും പങ്കെടുത്ത സഹാബാക്കളുടെ ജീവാർപ്പണത്തിൽ, അവരുടെ സമർപ്പണത്തിൽ അള്ളാഹുവിനോടുള്ള പ്രണയമുണ്ട് എന്ന് മഹാനായ അല്ലാമ ഇഖ്ബാൽ അദ്ദേഹത്തിന്റെ കവിതയിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അഥവാ ഞാൻ സൂചിപ്പിച്ചു വന്നത്, എന്തുകൊണ്ട് സഹാബാക്കൾ വിജയിച്ച ഇടങ്ങളിൽ നമ്മുടെ ജീവിതത്തിന്റെ പരിസരങ്ങളിൽ നാം പരാജയപ്പെട്ടു പോകുന്നു എന്ന് ചോദിച്ചാൽ, അള്ളാഹുവുമായി നിലനിർത്തി പോകേണ്ടിയിരുന്ന ഒരു സൗഹൃദത്തിൽ എവിടെയൊക്കെയോ ഉലച്ചിൽ സംഭവിച്ചു പോയിരിക്കുന്നു. അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ, അള്ളാഹുവിനോടുള്ള അതിരറ്റ പ്രണയത്തിന്റെ തലങ്ങളിൽ എവിടെയൊക്കെയോ പാളിച്ചകൾ സംഭവിച്ചിരിക്കുന്നു. ബദറിനെ കുറിച്ച് മുൻപ് ഒരുപാട് ആവർത്തി ഖുത്ബകളിലൂടെയും പല ക്ലാസുകളിലൂടെയും സഹോദരങ്ങളുടെ മുമ്പിൽ ഞാൻ പറഞ്ഞു വെച്ച ഒരു ചരിത്രമുണ്ട്. ബദറിലേക്ക് ഇറങ്ങുന്നതിന്റെ തൊട്ടു മുൻപ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് ഖുറൈശി കൂട്ടത്തിൽ നിന്നുള്ള 3 ആളുകൾ വന്നുകൊണ്ട് വെല്ലുവിളിക്കുന്നുണ്ടല്ലോ, മുഹമ്മദ്, ഞങ്ങൾക്ക് മല്ലയുദ്ധം നടത്താൻ നീ 3 ആളുകളെ തരൂ. ഞങ്ങൾക്ക് വിട്ടുതരേണ്ടത്, നീ മദീനയിൽ വന്നപ്പോൾ നിന്നെ സ്വീകരിച്ച അൻസാറുകളായ ആളുകളെ ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾക്ക് വേണ്ടത് മക്കയിൽ നിന്ന് ഞങ്ങളെ ഉപേക്ഷിച്ചു പോന്ന, ഞങ്ങളുമായി രക്തബന്ധമുള്ള ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്, ഞങ്ങളുടെ മക്കളുണ്ട്, ഞങ്ങളുടെ സുഹൃത്തുക്കളുണ്ട്, ഞങ്ങളുടെ ബന്ധുക്കളുണ്ട്. ആ ബന്ധുക്കളിൽ നിന്ന് രക്തബന്ധമുള്ളവരെ ഞങ്ങൾക്ക് മല്ലയുദ്ധത്തിന് വേണ്ടി വിട്ടുതരൂ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെല്ലുവിളിക്കുന്നു. ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു രംഗത്തേക്ക് ഇറങ്ങി. മല്ലയുദ്ധം കഴിഞ്ഞിട്ടാണ് സായുധ യുദ്ധത്തിലേക്ക് വരിക. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു രംഗത്തിറങ്ങുന്നു, ഹംസ റളിയല്ലാഹു അൻഹു രംഗത്തിറങ്ങുന്നു. 3ാമത്തെ മനുഷ്യന്റെ വെല്ലുവിളി പിന്നെയും തുടർന്നുകൊണ്ടിരിക്കുന്നു. ആ വെല്ലുവിളി ഏറ്റെടുത്ത് രംഗത്തേക്ക് വരാൻ സഹാബാക്കൾ പരസ്പരം മുഖാമുഖം നോക്കി, ആരിറങ്ങുന്നു എന്നത് നോക്കിയിട്ട് കാത്തുനിന്നു.
ആ കാത്തു നിൽക്കുന്നിടത്ത് അബൂബൈദ റളിയല്ലാഹു അൻഹു വന്നിട്ട് ചോദിക്കുന്നു, അള്ളാഹുവിന്റെ റസൂലെ, ഈ മനുഷ്യനുമായി യുദ്ധത്തിനിറങ്ങാൻ ഞാൻ സന്നദ്ധനാണ്, ഞാൻ ഇറങ്ങിക്കൊള്ളട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബൈദ നീ മാറി നിൽക്ക്, ആ മനുഷ്യന്റെ വെല്ലുവിളിയുടെ വീര്യം കഴിയുമ്പോ അദ്ദേഹം മടങ്ങിക്കൊള്ളും, കുഴപ്പമില്ല. പക്ഷെ പിന്നെയും അദ്ദേഹത്തിന്റെ വെല്ലുവിളി കൂടുതൽ കൂടുതൽ ഊർജ്ജസ്വലമായി വരുന്നു. പിന്നെയും അബൂബൈദ രണ്ടാമത് ചോദിക്കുന്നു, അള്ളാഹുവിന്റെ റസൂൽ അദ്ദേഹത്തോട് മാറി നിൽക്കാൻ ആംഗ്യം കാണിക്കുന്നു. പിന്നെയും വെല്ലുവിളി ശക്തമാകുന്നു. അബൂബൈദ വന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട്, അള്ളാഹുവിന്റെ ദൂതരെ, ഞാൻ ഈ മനുഷ്യനുമായി മല്ലയുദ്ധത്തിന് ഇറങ്ങുകയാണ്, എന്നെ താങ്കൾ അനുവദിക്കണം. അള്ളാഹുവിന്റെ റസൂൽ മൗനമായി അനുവാദം കൊടുക്കുന്നുണ്ട്. ആ മൗനാനുവാദത്തിന് ശേഷം മല്ലയുദ്ധമൊക്കെ കഴിഞ്ഞ് അതിന്റെ വിശാലമായ തലങ്ങളൊക്കെ ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. മല്ലയുദ്ധം കഴിഞ്ഞ് രക്തമിറ്റ് വീഴുന്ന വാൾത്തലപ്പുമായിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ സലാം പറയുമ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം തിരിക്കുന്നു. അബൂബൈദയുടെ മുഖത്തേക്ക് നോക്കുന്നില്ല, അബൂബൈദയോട് സലാം പറയുന്നില്ല. എന്തുകൊണ്ടായിരുന്നു എന്നത് ചരിത്രം ഇതിനു മുൻപ് കേട്ട സഹോദരങ്ങൾക്കറിയാം. അബൂബൈദയെ വധിച്ചുകൊണ്ടുവന്നത് സ്വന്തം പിതാവിനെയാണ്. അബൂബൈദയെ കൈപിടിച്ച് നടക്കാൻ പഠിപ്പിച്ച പിതാവിനെ, അബൂബൈദയുടെ കൈകളിൽ ആദ്യമായി വാള് വെച്ചു കൊടുത്ത പിതാവിന്, അബൂബൈദയെ കുതിരപ്പുറത്ത് കയറാൻ പഠിപ്പിച്ച പിതാവിന്, യുദ്ധഭൂമിയിൽ ശത്രുപക്ഷത്തിന്റെ മുഖത്ത് നോക്കിയാൽ ചിതറിപ്പോകാത്ത ആത്മധൈര്യത്തിന്റെ ബാലപാഠങ്ങൾ പകർന്നു കൊടുത്ത അബൂബൈദയുടെ പിതാവിനെ വധിച്ചുകൊണ്ടാണ് സ്വന്തം പിതാവിന്റെ രക്തവുമായിട്ടാണ് വന്നത്. അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ എന്റെ പിതാവ് എനിക്ക് പ്രശ്നമല്ല. അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ ദീനിനോടുമുള്ള എന്റെ അതിരറ്റ അനുരാഗ നിർഭരമായ സമർപ്പണത്തിൽ എന്റെ പിതാവും എന്റെ കുടുംബവും എനിക്ക് പ്രശ്നമല്ല. അള്ളാഹുവിന് വേണ്ടിയാണ് എന്ന ഉറച്ച ബോധ്യത്തിൽ നിന്ന് അബൂബൈദ റളിയല്ലാഹു അൻഹു വന്നപ്പോ സലാം പറഞ്ഞ് മുഖം തിരിച്ച അള്ളാഹുവിന്റെ റസൂലിനോട് സയ്യിദുൽ മലായിക മുഖറബായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ചരിത്രത്തിൽ ഇടപെടുന്നുണ്ട്. ഉലൈക ഹിസ്ബുല്ലാഹ്, അവൻ അള്ളാഹുവിന്റെ സൈന്യമാണ് കേട്ടോ. അവൻ അള്ളാഹുവിന്റെ സൈന്യമാണ് എന്ന് പറയുമ്പോ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ സന്നദ്ധനായ ഒരു മനുഷ്യന്റെ ആത്മവീര്യത്തെയാണ് ഇസ്ലാം നമുക്ക് മുമ്പിൽ പഠിപ്പിച്ചു തരുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണല്ലോ മഹാനായ ഫാറൂഖ് ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞ വർത്തമാനം, അള്ളാഹുവെങ്ങാനും ആകാശത്ത് നിന്ന് എന്റെ മുന്നിലേക്ക് ഇറങ്ങി വന്നാൽ, അള്ളാഹുവെങ്ങാനും എന്റെ മുമ്പിലേക്ക് ഇറങ്ങി വന്നാൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. എന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, അല്ലയോ ഉമറെ, നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചാൽ, ഉമറെ നിനക്ക് എന്ത് വേണമെന്ന് അള്ളാഹു എന്നോട് നേരിട്ട് ചോദിച്ചാൽ അള്ളാഹുവിനോട് ഞാൻ പറയുക, അള്ളാഹുവേ, ഞങ്ങൾക്ക് ഭൂമി മുഴുവനും അബൂബൈദമാരെ തന്നാൽ മതി എന്നാണ് ഞങ്ങൾ പറയുക. ഞങ്ങൾക്ക് ഭൂമി മുഴുവനും അബൂബൈദമാരെ തരണമെന്ന് പറയും. കാരണം അബൂബൈദമാരെ പോലെ അള്ളാഹുവിനെ സ്നേഹിക്കാൻ കഴിയുന്ന, അബൂബൈദമാരെ പോലെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ അള്ളാഹുവിനോടുള്ള ഇഷ്ക കൊണ്ട് നടക്കാൻ കഴിയുന്ന സമൂഹത്തിനാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ വിജയനിദാനമായി മാറാൻ കഴിയുക എന്ന് ചുരുക്കം. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂലെ, താങ്കൾ ബദറിലേക്ക് പുറപ്പെടാൻ പറഞ്ഞാൽ ഞങ്ങൾ പുറപ്പെട്ടിരിക്കും. ഞങ്ങളോട് താങ്കൾ കടൽ ചാടിക്കടക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ കടൽ കടന്നിരിക്കും. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അദ്ദേഹത്തിന്റെ അനുയായികൾ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്യൂ, ഞങ്ങൾ ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരിക്കലും നിന്നോട് പറയുകയില്ല, ഞങ്ങൾ നിന്നോടൊപ്പം ഉണ്ടാകുമെന്ന് കരാറ് പറയുന്ന സന്ദർഭമുണ്ട്. അഥവാ അള്ളാഹുവിന്റെ റസൂലിനോടൊപ്പം പുറപ്പെടാൻ സന്നദ്ധമാകുന്ന ഒരു സമൂഹം, അള്ളാഹുവിന്റെ സഹായത്തിൽ ശുഭപ്രതീക്ഷയുള്ള ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിന് വേണ്ടി സമർപ്പിക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിനോട് ചോദിക്കുന്നുണ്ടെങ്കിൽ ആ ചോദ്യത്തിന്റെ ഉത്തരം ഞങ്ങൾക്ക് വേണ്ടി തരാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല സന്നദ്ധനാണ് എന്ന ഉറച്ച ബോധ്യമാണത്. പ്രിയമുള്ളവരെ, എത്ര ആത്മവിശ്വാസത്തോടു കൂടിയാണ് ബദറിന്റെ രാത്രിയിൽ നേരത്തെ സൂചിപ്പിച്ച പ്രാർത്ഥനയ്ക്ക് ശേഷം അബൂബക്കറെ, നിന്നെ ഒരു കാര്യം കാണിച്ചു തരാം, എന്റെ കൂടെ നീ ഒന്ന് വരൂ എന്ന് നാളെ യുദ്ധം നടക്കാൻ പോകുന്ന ആ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയിട്ട് ചില ഇടങ്ങളിൽ തൊട്ട് കാണിച്ചിട്ട് പറയുന്നുണ്ട്, അബൂബക്കറെ, നാളെ ഇവിടെ നീ നോക്കിക്കൊള്ളണം, നാളെ ഇവിടെ നോക്കിയാൽ ഇവിടെ നിനക്ക് കാണാൻ കഴിയുന്നത് ഇന്ന മനുഷ്യനായിരിക്കും, നാളെ നിനക്ക് ഇന്ന ആളെ ഇവിടെ കാണാൻ കഴിയും,
ഇന്ന മനുഷ്യനെ ഇന്നടത്ത് കാണാൻ കഴിയും. കുറെ നേതാക്കന്മാരെ ബദർ യുദ്ധത്തിന് മക്ക മുശ്രിക്കുകൾക്ക് നേതൃത്വം കൊടുത്ത് കടന്നു വന്നിട്ടുള്ള ഒരുപാട് മനുഷ്യരുടെ പേരുകൾ ചൂണ്ടി പറഞ്ഞുകൊണ്ട് ചില ഇടങ്ങളിൽ തൊട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ തൊട്ട് കാണിച്ചിടത്ത് ബദർ യുദ്ധാനന്തരം സത്യവിശ്വാസികൾ ചെന്ന് നോക്കുമ്പോ, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ചെന്ന് നോക്കുമ്പോ, ഇതാ ഇവിടെ നോക്കൂ അബൂബക്കറെ, ഇവിടെയായിരിക്കും ഉമയ്യത്ത് ഇബ്നു ഖലഫ് ഉണ്ടാവുക എന്ന് ചൂണ്ടി പറഞ്ഞിടത്ത് ഉമയ്യത്ത് ഇബ്നു ഖലഫിന്റെ ചേതനയറ്റ ശരീരം കിടക്കുന്നു. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തെ ഒരുപാട് മർദ്ദന പീഡനങ്ങൾക്ക് വിധേയമാക്കിയ, അള്ളാഹുവിന്റെ ദീനിൽ വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ മൃതപ്രായനാക്കി മാറ്റി, മൃതതുല്യനാക്കി മാറ്റിയ ഉമയ്യത്ത് ഇബ്നു ഖലഫ് മരിച്ചു കിടക്കുന്നത് അദ്ദേഹം കാണുന്നു. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ വാഗ്ദാനം പൂർത്തീകരിച്ചതാണ് ഈ ബദർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വ്യത്യസ്തമായ പദപ്രയോഗങ്ങളിലൂടെ ബദറിനെ നമുക്ക് പരിചയപ്പെടുത്തി. ബദർ എന്ന് പറയുന്നത് സത്യവിശ്വാസികളെ നിങ്ങൾക്കൊരു ദിക്റാണ്, നിങ്ങൾക്കുള്ള ചില സ്മരണകൾ നിലനിർത്താനുള്ള, നിങ്ങൾക്ക് ചില ഉത്ബോധനങ്ങളായി നിലനിർത്താനുള്ള, ചില പാഠങ്ങൾ പകർന്നു തരാനുള്ള ദിക്റായിട്ടാണ് നിങ്ങൾ ബദറിനെ മനസ്സിലാക്കേണ്ടത്. ബദർ അള്ളാഹുവിന്റെ ആയത്താണ്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ബദർ തീർച്ചയായും മൗഇളത്താണ്, അഥവാ സതുപദേശമാണ്. മനുഷ്യർക്ക് മനസ്സിലാക്കേണ്ട ഒരു പിടി പാഠങ്ങൾ ഉൾച്ചേർന്ന അതീവ നിസ്തുലമായ ചരിത്രമാണ് ബദർ നിങ്ങൾക്ക് പകർന്നു തരാനുള്ളത്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഒക്കെ ചേർത്ത് വെച്ചിട്ട് ഈ ചരിത്രത്തിന്റെ, എന്തിനാണ് ഈ ചരിത്രം ഞാൻ പറഞ്ഞത് എന്നറിയുമോ? ഇന്നത്തെ വിശ്വാസി സമൂഹത്തിന്റെ മുമ്പിൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻഫാലിലെ ചില വർത്തമാനങ്ങൾ ചേർത്ത് വെക്കേണ്ടി വരും. വിശുദ്ധ ഖുർആൻ പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ലഖീതും ഫിഅതൻ ഫസ്ബുതു വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ ഒരു സംഘത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ, നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ വെല്ലുവിളികളെ അഭിമുഖീകരിച്ചുകൊണ്ടല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമെന്ന് മാത്രം. സാഹചര്യങ്ങൾക്കും സന്ദർഭങ്ങൾക്കും കാലദേശങ്ങൾക്കും അനുസരിച്ച് ചില മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രം. പക്ഷേ നിങ്ങൾ ഒരു സംഘത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നാൽ ഫസ്ബുതു, നിങ്ങൾ ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. നിങ്ങൾ ഉറച്ചു നിൽക്കേണ്ടതുണ്ട്. വദ്കുറുല്ലാഹ കസീറൻ, അള്ളാഹുവിനെ ധാരാളമായി നിങ്ങൾ സ്മരിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അള്ളാഹുവിനെ മാറ്റിവെച്ചുകൊണ്ട് ഭയപ്പാടോടുകൂടി നിലയുറപ്പിക്കാൻ നിങ്ങൾക്ക് ഭയാശങ്കകളോടുകൂടിയാണ് നിങ്ങൾ നിലയുറപ്പിക്കുന്നത് എങ്കിൽ നിങ്ങൾ പരാജയത്തിലേക്ക് പോകും. അതല്ല, ഭയാശങ്കകളെല്ലാം ഒരിടത്ത് മാറ്റിവെച്ച് ഞാൻ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഒരു റബ്ബ്, ഞാൻ ചോദിച്ചാൽ തരാൻ സന്നദ്ധനായ ഒരു റബ്ബ്, ഞാൻ സഹായം ചോദിച്ചാൽ എന്നെ സഹായിക്കാൻ സന്നദ്ധനായ ഒരു റബ്ബ് എനിക്കുണ്ട് എന്ന ഉറച്ച ബോധ്യത്തോടുകൂടി നിങ്ങൾ അല്ലാഹുവിനെ സ്മരിക്കുകയാണെങ്കിൽ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളായി മാറും. നിങ്ങൾ വിജയികളായി മാറാൻ നിങ്ങൾ ഉറച്ചു നിൽക്കുക എന്നതാണ് ഒന്നാമത്തെ സംഗതി. മാത്രമല്ല, നിങ്ങൾ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിക്കണം. നിങ്ങളുടെ അനുസരണം നിങ്ങളുടെ ഭൗതിക താല്പര്യങ്ങളായി പോയാൽ, നിങ്ങളുടെ അനുസരണം ചില ഹ്രസ്വമായ, ചില ലളിതമായ, ഭൗതികമായ ചില ലക്ഷ്യങ്ങൾ മാത്രമായി പോയാൽ നിങ്ങൾ പരാജയത്തിലേക്ക് പോകും. വലാ തനാസഉ, നിങ്ങൾ പരസ്പരം ഭിന്നിച്ചു പോകരുത്. ഫതഫ്ശലു, നിങ്ങൾ പരസ്പരം ഭിന്നിച്ചു പോയാൽ ഫതഫ്ശലു, നിങ്ങളുടെ വീര്യം നഷ്ടപ്പെട്ടു പോകും. നിങ്ങളുടെ ആത്മവീര്യം, നിങ്ങൾ ആരാണ് എന്നുള്ള ആത്മബോധം, നിങ്ങൾ ആര് എന്നതും നിങ്ങളുടെ ഉത്തരവാദിത്തം എന്ത് എന്നതുമുള്ള ആത്മബോധം നിങ്ങളിൽ നിന്ന് ചോർന്നു പോകും. മാത്രമല്ല നിങ്ങളുടെ കാറ്റുപോകും, നിങ്ങളുടെ കാറ്റുപോകും. ആ പദത്തിന് ഏത് ഭാഷയിൽ ഭാഷാന്തരം കൊടുത്താലും ശരി, സത്യവിശ്വാസി സമൂഹത്തിന്റെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ ഒന്നുമല്ലാതായി പോകും. ഒരു വലിയ ബലൂൺ കാറ്റൊഴിഞ്ഞു പോയാൽ എത്രമാത്രം ശൂന്യമായി, എത്രമാത്രം നിഷ്ഫലമായി മാറുമോ അത്രമാത്രം നിഷ്ഫലമായി നിങ്ങളുടെ കാറ്റ് പോയി പോകും കേട്ടോ. ഇന്നല്ലാഹ മഅസ്സാബിരീൻ വസ്ബിറു ഇന്നല്ലാഹ മഅസ്സാബിരീൻ, നിങ്ങൾ സബ്ർ കൈക്കൊള്ളേണ്ടതുണ്ട്. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല സബ്ർ കൈക്കൊള്ളുന്ന മനുഷ്യരോടൊപ്പമാണുള്ളത്. അഥവാ ബദർ എന്ന് പറയുന്നത് പ്രോജ്വലമായ ഒരു വലിയ ദിശ നിർണയിച്ചു തരുന്ന പ്രകാശ ഗോപുരമായി നമ്മുടെ മുമ്പിൽ ഉറച്ചു നിൽക്കുന്നു. ആ പ്രകാശ ഗോപുരം ഓരോ കാലഘട്ടത്തിലെയും വിശ്വാസി സമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങളുടെ ആത്മാവിന്റെ ഉള്ളിൽ കുടിയിരുത്തേണ്ട അള്ളാഹുവിനോടുള്ള ഇഷ്ക്, അള്ളാഹുവിന്റെ തൃപ്തി, അതിനപ്പുറം എനിക്കൊരു താല്പര്യമില്ല എന്ന ഉറച്ച ബോധ്യം
ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ നിലയുറപ്പിക്കുന്നതെങ്കിൽ നിങ്ങളുടെ നമസ്കാരം പോലെ, നിങ്ങളുടെ നോമ്പ് പോലെ, നിങ്ങളുടെ വിശുദ്ധ ഖുർആൻ പാരായണം പോലെ, നിങ്ങളുടെ ദിക്ർ പോലെ, നിങ്ങളുടെ ദുആകൾ പോലെ പ്രാർത്ഥിച്ചിരുന്ന ഒരു സമൂഹമാണ് ബദറിൽ അതിജയിച്ചത്. നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ പ്രാർത്ഥനകളും നിസ്കാരവും നോമ്പും ഒന്നുമായിരുന്നില്ല, അതിനപ്പുറം ഉള്ളിന്റെ ഉള്ളിൽ നിറയ്ക്കേണ്ട വൈകാരികതകൾ നഷ്ടപ്പെട്ടു പോയി എന്നതാണ് അതിന്റെ പിന്നിൽ സംഭവിച്ചത് എന്ന് പ്രിയമുള്ളവരെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, മറ്റൊരു സംഗതി കൂടി ചേർത്ത് വെച്ചുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ലോകം വല്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെ വലിയ ഒരു ഘനാന്തരീക്ഷം, യുദ്ധത്തിന്റെ ഭീകരമായ ഒരു അന്തരീക്ഷം ഇങ്ങനെ തളം കെട്ടി നിൽക്കുന്ന സാഹചര്യത്തിലാണ് നാം കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഓരോ കാലവും നാം കടന്നുപോയിട്ടുണ്ട്. കൊറോണയെ നാം അഭിമുഖീകരിച്ചു. 2 വർഷക്കാലം നമ്മുടെ വീടകങ്ങളിൽ നാം കയറിക്കൂടി. പുറത്തിറങ്ങാതെ നാം കൊറോണയെ ഭയപ്പെട്ടിരുന്നു. പക്ഷെ ആ 2 വർഷത്തിന് ശേഷം നമ്മുടെ ജീവിതം നാം തിരിച്ചു പിടിച്ചു. അശ്രദ്ധയിലേക്ക് പിന്നെയും നാം മുന്നോട്ട് പോയി. പിന്നെയും പലതും നാം കണ്ടു. ദീർഘകാലം 2 വർഷത്തോളം നീണ്ടുനിന്ന ഫലസ്തീൻ യുദ്ധം നാം കണ്ടു. അതിനുശേഷം ഇപ്പോ ആഗോളതലത്തിലെ സാമ്പത്തിക മേഖലയെ മുഴുവനും പിടിച്ചുലച്ചുകൊണ്ടുള്ള യുദ്ധമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, പറഞ്ഞു വന്നത്, വലിയ ഒരു കരുതൽ ഉണ്ടാകണം. 2 മേഖലകളിൽ കരുതൽ ഉണ്ടാകണം. മർദ്ദിതരായ, ആട്ടിയോടിക്കപ്പെടുന്ന, ദുർബലരായ ആളുകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്ന, വിശുദ്ധ ഖുർആൻ നമ്മുടെ ഭാരിച്ച ഉത്തരവാദിത്തമായി ഏൽപ്പിച്ചു തരുന്ന സംഗതിയാണ് അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും ഇടപെടലുകളും എന്നത്. സമയത്തിന്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ഞാനതിലേക്ക് പോകുന്നില്ല. രണ്ടാമത്തെ സംഗതി, ഇനി സംഭവിക്കാൻ പോകുന്ന ആഗോള സാമ്പത്തിക ക്രമത്തിലുണ്ടാകാൻ പോകുന്ന വ്യതിയാനങ്ങൾ നമ്മിൽ പലരുടെയും ജീവിതത്തിന്റെ താളം തെറ്റിച്ചു കളയും. വലിയ വലിയ കമ്പനികളും വലിയ വലിയ ബിസിനസ്സുകളും നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. ചെറിയവരെ സംബന്ധിച്ചിടത്തോളം ചെറിയ പ്രതിസന്ധികൾ ഉണ്ടാകും. നമ്മുടെ സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ, സാമ്പത്തിക മേഖലയിൽ അച്ചടക്കം പാലിക്കാൻ നമ്മൾ സവിശേഷമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത്യാവശ്യങ്ങളെയും ആവശ്യങ്ങളെയും അനാവശ്യങ്ങളെയും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം. സമ്പാദ്യവും ചിലവഴിക്കലും കൃത്യമായ അജണ്ടകൾ രൂപീകരിച്ച് തന്നെ നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ഭാവിയെ, നമ്മുടെ സമൂഹത്തെ, നമ്മുടെ ലോകത്തെ എല്ലാം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം സാമ്പത്തിക അച്ചടക്കം നമ്മൾ പാലിക്കേണ്ടത് എന്ന് ഈ സാഹചര്യത്തിൽ പ്രിയമുള്ള സഹോദരങ്ങളോട് പ്രത്യേകമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നല്ല അടിമകളായി ജീവിച്ച് നല്ല അടിമകളായി മരണപ്പെടാനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ.